ആക്കണ്ടേ? പീസ് ആക്കൂല. എന്താ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. അമ്മായി, ഇത് രണ്ടായിട്ട് മുറിക്കാൻ നോക്കാം നമുക്ക്. അത് തന്നെ. വട്ടം കീറാൻ പറ്റുമോ നോക്കാം അല്ല അമ്മായി? അങ്ങനെ നോക്കാം. അമ്മായി എനിക്ക് വെള്ളം എടുത്തു തരുമോ? വെള്ളം എടുത്തു തരാം. കുടിക്കാനല്ല മീൻ കഴിവാൻ. അതെനിക്ക് അറിയത്തില്ലയോ മക്കളെ. അമ്മായി, എനിക്കൊരു കാര്യം കൂടി ചെയ്തു തരുമോ? എന്താണ്? നമ്മുടെ ചെറിയ കത്തി കൂടെ എടുത്തു തരുമോ? അഴുക്കൊന്ന് കുറച്ച് കളയാൻ. ശരി. ഓക്കെ. പിന്നെ ഞാനേ മോളെ, ഞാൻ പോയി ഇതിൽ ചേർക്കാനുള്ള എല്ലാ സാധനവും ഒക്കെ ശരി ശരി എടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും. അമ്മായി പോയിട്ട് അവളെ ഒന്ന് പറഞ്ഞു വിട്ടേരെ. പറഞ്ഞുവിടാം. ശരി മോളെ. ഇതെന്ത് വലിയ പീസ് ചേച്ചി? ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി നിന്നെ അമ്മായിനോട് വിളിക്കാൻ പറഞ്ഞു. ഇതെന്ത് മീന്? ഇത് നെമ്മീൻ ചൂര. നടുപ്പീസ് തന്നെ വേണമായിരുന്നു. എന്തിനാ? എന്താ ഈ കറി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ എന്നെ അങ്ങ് വാങ്ങിച്ചത്. അപ്പൊ ചേച്ചി പീസ് ആക്കണ്ടേ? പീസ് ആക്കൂല. എന്താ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണം. സ്പെഷ്യൽ രീതി. അതെന്താ? മുട്ട. നീ മുട്ട. ചേച്ചി കൊള്ളാലോ. എക്സ്പേർട്ട് ആണല്ലോ ഇതില്. ആദ്യം മുറിച്ച് കിട്ടട്ടെ, എന്നിട്ട് നീ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഉള്ളു. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. എന്തോലെ അതാണ് ഞാൻ തൊട്ട് വെച്ചു. ഇത് ഈ ഒരെണ്ണം തന്നെ 2.5 കിലോ അടുപ്പിച്ച് വരും. ഇത് ഇങ്ങനെയേ തന്നെ വയ്ക്കും. ഇത് ഇങ്ങനെയേ തന്നെ. വെള്ളം ഒഴിച്ചേ. നീ ആ ചട്ടി എടുത്തോണ്ടാ, കഴുകിയത് അങ്ങോട്ട് മാറ്റാം. വലിയ ചട്ടിയിട്ട മാളോ.
അയ്യോ ഇതിലേതാ കാശ്മീരി? ഇതാണ് കാശ്മീരി ചില്ലി അല്ലേ? ചുവപ്പ് കളറുള്ളത് കാശ്മീർ. മാളു ആ വെള്ളം എടുത്ത് ഒഴിച്ചേ മാളു. അതിലോട്ടോ? ഇതിലോട്ട്. ഉള്ളിയായ അമ്മായി? സവാള അരിയുണ്ട്. ആ വേണം. നല്ല തണുത്ത കാറ്റല്ലേ? പക്ഷെ എനിക്ക് ഇവിടുന്ന് പുള്ളി ചൂടാണ് കിട്ടണം. ചൂടാണോ? അത് ഇവിടെ നിന്നിട്ട് ചൂട് കിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ടാ മോളൂ. നീയേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇടിച്ചേ. മുളകിടിക്കണോ? മുളകിടിക്കണ്ട. മുളകിടിക്കാൻ വലിയ ഉത്സാഹമായിരിക്കും. അയ്യോ ഓർമ്മിക്കല്ലേ പൊന്നെ. പിടിച്ചോ. ഇതെങ്ങനെ ചെറുതായിട്ടാ? ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അത് നടുക്കുന്നു കട്ട് ചെയ്ത്. ഇങ്ങനെയാ മോളെ? ആ നൈസായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വട്ടത്തിൽ എന്താ അരിഞ്ഞേരാ. അമ്മ ഇത് ഇളക്കിക്കോ, ഞാൻ അരിഞ്ഞോളാം. ആയാ മാളു? എന്നാ കൊണ്ടുവാ. നീ എവിടെ ചെന്നാലും എന്തെങ്കിലും അബദ്ധം കാണിച്ചോണ്ട് വരും. എന്റെ ഡ്രസ് ഫുൾ ഉറുമ്പായി. എടുക്കാം. കൈ കഴുകട്ടെ. പിടിച്ചമ്മായി. ഇതെല്ലാം തോണ്ടിയെടുത്ത അമ്മായി. തോണ്ടിയെടുത്തോ. നടുക്കോട്ടിട്ടോ. ബാക്കി കഴുകിയെടുത്തോ കേട്ടമ്മായി നമ്മുടെ വെള്ളത്തിൽ. ആ വെള്ളം നാത്തേക്ക് ഒഴിക്കാനാണേ. ഓ ഒഴിക്കട്ടാ? ഇല്ല ആയിട്ടില്ല. അമ്മായി പുളി പിഴിഞ്ഞോ അമ്മായി? ഇതാ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് പുളി പിഴിഞ്ഞോ?
മൂത്തിട്ടുണ്ടാവോ അമ്മ ഈ മസാല? ഒന്ന് ഇളക്കൂ എൻ്റെ മൂത്താ. ഒഴി. മാളു, നീ വരുമ്പോ ആ മീനും കൂടെ എടുത്തോണ്ട് വരണേ. ഓ മാളു, ആ വരെയാണ്. അയ്യോ നീ എവിടെ പോയി? മീനെടുക്കും. മീനെടുക്കാൻ പോയതല്ല, നേരത്തെ എന്തോ ഉറുമ്പാ. ഓ ഉറുമ്പ് ഫുള്ള് എവിടെ വെച്ചിട്ടുണ്ട്? നോക്കിട്ട് ഓടിക്കാം അല്ലേ ബാലൻസ്. മാറേ ഇപ്പൊ കേട്ടാ ഉപ്പിട്ട് നോക്കിട്ട് ഇനി ഇടണം. നല്ലോണം ഇളക്കിക്കോ, അടിയിലേക്ക് ഇളക്കിക്കോ അമ്മായി. ഞാൻ ഇളക്കണോ? ആ നീ ഇളക്കും, അമ്മായി കുറേ നേരം ഇളക്കണം. മൈങ്ങ നോക്കട്ടെ മോളെ, പുളി ഉപ്പുണ്ടോ നോക്കട്ടെ. എന്താ? പുളിയും ഇല്ല ഉപ്പുമില്ല. മാറ്. ഇല്ല കുഴപ്പമില്ല. ഇവളൊന്ന് ട്യൂഷന് പോയിട്ട് വന്നത് ഉറുമ്പിന് പിടിച്ചില്ല, അതിനെ കൊണ്ടുപോയില്ല അവള്. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും. ആ അത് തന്നെ. വന്നപ്പോ തൊട്ട് 2 എണ്ണയിട്ട് കൊത്താണല്ലോ. ഞാൻ എന്ത് ചെയ്തു? സംശയമുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ. ഉണ്ടിട്ട് അമ്മായി ഉറുമ്പുണ്ട് ഇവിടെ. കണ്ടാ കണ്ടാ? എന്നാ പിന്നെ നമ്മളെ കടിച്ചില്ലല്ലോ. എന്റെ ഇപ്പൊ ഒരെണ്ണം കടിച്ച്. കണ്ടാ? മാറിയ കൊറേ വേണ്ട, പിന്നെ കൊറേ വേണം, കാരണം പുളിയും ഉപ്പും പിടിക്കണമെങ്കിലേ. നോക്കട്ടെ വേളോ മുമ്പാ രസം പോലെ ഉണ്ടല്ലേ കാണാൻ. അത് പറ്റും. അല്ല ഉലുവാപ്പൊടി വേണ്ടേ? ഉലുവ ഇട്ടു. പൊടിയല്ല, ഉലുവ ഇട്ടു. കുറച്ചുകൂടെ പുളി വേണം അമ്മായി, ഉപ്പും വേണം. ഇല്ലേ പിഴിയോ പുളി? ഒഴിച്ചോ, മൊത്തം ഒഴിച്ചു. ചെവണം. മൂടി എടുത്താ മോളൂ നമ്മുടെ. ആ അതാ അമ്മ ഇതാ. ഇതിരുന്ന് വേവട്ടെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ബാങ്ങോട് എനിക്ക് കൈ കഴുകണതാ. നല്ല ഭംഗിയല്ലേ കാണാൻ? കാജു മാംഗോ. എന്തിനാ മോള് ഇങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചിട്ട് തന്നെ? എനിക്കറിയാം ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണെന്ന്. പക്ഷേ കാജു ആപ്പിളിന്റെ അതേ ടേസ്റ്റ് അല്ലേ? കാജു ആപ്പിളിന്റെ നല്ലത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ വെള്ളമായില്ല. വേസ്റ്റ് ബാസ്ക്കറ്റ്. അത് ഈ പൊട്ടിക്ക് ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ പോരെ. ഇതിനാണെങ്കിൽ മധുരം തീരെ ഇല്ല അല്ലേ? മധുരം കൂടിപ്പോയാൽ മത്ത് പിടിക്കും, മധുരം കുറഞ്ഞോയാൽ കുറ്റം. ചേച്ചിക്ക് ഇനി എന്താണ് ഇഷ്ടമുള്ളത്? എനിക്ക് ഫ്രൂട്ട്സാണ് ഇഷ്ടം. അത് പിന്നെ മധുരം ഒട്ടുമില്ലല്ലോ. അതെ, ഫ്രൂട്ട്സിന് മധുരം കുറവാണ്. വലിയ മധുരം ഇല്ലല്ലോ ആപ്പിളിനൊന്നും. അതെ, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ മധുരം. ഇതില് ഇതൊന്നില്ലെങ്കിൽ അങ്ങേപ്പുറത്ത് മതി. അവള് മതി മതിന്ന് അവക്ക് കുറ്റം കേട്ട് മടുത്തേ. മീനവിടെ ഇരിക്കല്ലേ?
ചമ്മി വളിച്ചെടീറ്റ് വരു മല്ലിശ്ശേരി എടുത്ത മോള് നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ, ഞാൻ കൊണ്ടുവരാം. ഞാൻ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ രണ്ടുപേരും കൊള്ളാം. അതൊരു കുരുകുരിപ്പില്ല. എനിക്ക് അതുള്ളതാ ഇഷ്ടം. മീനെടുക്കാത്തതാ കാസർഗോഡ് കൊണ്ട് വെച്ചാ മീൻ ഞാൻ കാസർഗോട്ടി കൊണ്ട് വെച്ചെന്ന്, അതുകൊണ്ടാണ് അവൾ എടുക്കാത്തത്. ഇങ്ങനെ വലുതായിട്ട് തന്നെ വെച്ചേ. ഒരു വെറൈറ്റി വേണ്ട മാളൂ. നിനക്കൊരു വെറൈറ്റി ചെയ്തു തരാമെന്ന് വിളിച്ചു ഞാൻ. എപ്പോഴും നമ്മൾ കഷ്ണമായിട്ട് അരിഞ്ഞരിഞ്ഞല്ലേ ചെയ്യണം. അതിൽ പുളിയും ഉപ്പും ഒക്കെ പിടിക്കുമ്പോൾ മീനിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റില്ല. ഇതെന്ന് പറയുമ്പോൾ മീനിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റും.